ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന സംസ്ഥാനങ്ങളാണ് യു.പിയും മഹാരാഷ്ട്രയും ഒപ്പം പശ്ചിമ ബംഗാളുമൊക്കെ. പക്ഷേ പശ്ചിമ ബംഗാളിൽ പാർട്ടിക്ക് വലിയ പരാജയമാണ് നേരിടേണ്ടി വന്നത്. ആ പരാജയത്തിന് തൊട്ടു പിന്നാലെ ബി.ജെ.പിക്കുള്ളിലുള്ള ഭിന്നത മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയും കണ്ടു. സുവേന്ദു അധികാരി പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞത്, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ള മന്ത്രം ഇനി ഉപേക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു. നമ്മളുടെ കൂടെ നിൽക്കുന്നവരെ രക്ഷിച്ച് കൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവരുടെ ഇടയിലുള്ള, അതായത് സംസ്ഥാന ഘടകത്തിനിടയിലുള്ള ഭിന്നത പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും സുവേന്ദു അധികാരി ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചിരുന്നു. ആ നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആ നിർദ്ദേശം ഇതായിരുന്നു: ജൂലൈ 21 ജനാധിപത്യം മരിച്ച ദിനമായി ബി.ജെ.പി ആചരിക്കണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി മുൻപോട്ട് വെച്ചത്. എന്നാൽ സുവേന്ദു അധികാരിയുടെ ഈ നിർദ്ദേശം സംസ്ഥാന അധ്യക്ഷൻ സുകാന്ത മജുംദാർ നിരസിക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഈ ദിനം ആചരിക്കുന്നുണ്ട്. അവർ ആചരിക്കുന്ന രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞിട്ടാണ്. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, 1993 അന്ന് ഇടതുപക്ഷമായിരുന്നു ഭരിച്ച ആ ഇടതുപക്ഷത്തിനെതിരെ സമരം നടത്തിയ 13 കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിനമാണ്. ആ ദിനം ബി.ജെ.പി ആചരിക്കണമെന്നാണ്, അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബി.ജെ.പിയും അത് ജനാധിപത്യം മരിച്ച ദിവസമായി ആചരിക്കണമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞതിനെയാണ് സംസ്ഥാന അധ്യക്ഷൻ എതിർത്തത്. ഏതായാലും അദ്ദേഹം, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്, സുവേന്ദു അധികാരി ആദ്യം പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നാണ്. ഇത് പുറമേ കാണുന്ന ഒരു വിഷയമാണെങ്കിലും ഈ ഇരുവിഭാഗമായി തിരിഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തന്നെ പശ്ചിമ ബംഗാൾ ഘടകത്തിൽ വിള്ളലുണ്ട് എന്ന് നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതായാലും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.